offer and offer and acceptance. What is an acceptance? Acceptance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 3 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത് when the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. അപ്പോൾ ഒരു പേഴ്സൺ ഒരു പ്രപ്പോസൽ മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയ്ഡ് ചെയ്ത പ്രപ്പോസൽ അക്സെപ്റ്റഡ് ചെയ്യാം. പ്രപ്പോസൽ അക്സെപ്റ്റഡ് ചെയ്യുന്ന പേഴ്സൺ ആണ് എന്ത് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കം എ പ്രോമിസ്. ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ആ പ്രപ്പോസല് എന്താണ്? ഒരു പ്രോമിസ് ആണ്. It establishes a legal relationship in which there is willingness of the offeree to bind by the terms of the offer. അപ്പോ ഒരു പ്രോമിസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ലീഗൽ റിലേഷൻഷിപ്പ് ആവുകയാണ്. അവിടെ എന്ത് ചെയ്യാണ്? അതിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ഓഫർ മെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു സ്പെസിഫിക് ഓഫർ മെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഓൺലി ഹി ക്യാൻ അക്സെപ്റ്റഡ് ഇറ്റ്. അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമാണ് പറ്റുള്ളൂ. ബട്ട് വെൻ ദ ഓഫർ ഈസ് എ ജനറൽ ഓഫർ, അതൊരു ജനറൽ ഓഫർ ആണെങ്കിൽ ഇസ് മെയ്ഡ് ടു വേൾഡ് അറ്റ് ലാർജ്. എനിവൺ ഹാവ് നോളജ് ഓഫ് ദ ഓഫർ ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. ആ ഓഫറിനെ കുറിച്ച് ആർക്കൊക്കെ നോളജ് ഉണ്ടോ അവർക്കെല്ലാം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഓൺലി ദ പേഴ്സൺ, ആ ഒരു പേഴ്സണ് മാത്രമാണെങ്കിൽ ഒരു പേഴ്സൺ മാത്രമാണ് ഓഫർ മെയ്ഡ് ചെയ്യുന്നതെങ്കിൽ അയാൾ എന്താണ്? ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സ്പെസിഫിക് ഓഫർ ആണ് മെയ്ഡ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു സ്പെസിഫിക് ഓർഡർ ആണ് മെയ്ഡ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഹി ക്യാൻ അക്സെപ്റ്റഡ് ഇറ്റ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ അയാൾക്കും സാധിക്കും. ഇനി ഒരു ജനറൽ ഓഫർ ആണെങ്കിൽ ആ ഓഫറിനെ കുറിച്ച് നോളജ് ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു അക്സെപ്റ്റൻസ് ഹൗ ഈസ് ആൻ അക്സെപ്റ്റൻസ് മെയ്ഡ്? എങ്ങനെയൊരു അക്സെപ്റ്റൻസ് മെയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when acceptance is given in writing or by words of mouth, ഒന്നല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ വായ് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും, വേർഡ്സ് ആയിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്പ്രസ് അക്സെപ്റ്റൻസ്. അതിനെയാണ് നമ്മൾ റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേർഡ്സ് ഓഫ് മൗത്ത്, നമ്മളുടെ വേർഡ്സിലൂടെയോ എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്രസ് അക്സെപ്റ്റൻസ് എന്നാണ് പറയുന്നത്. ദ അക്സെപ്റ്റൻസ് ഇസ് implied ഫ്രം ദ conduct of the acceptor. It is called a implied acceptor. In next, legal rules for a valid acceptance. ഒരു valid acceptance-നെ കുറിച്ച് legal rules ഉണ്ട്. First one, acceptance must be absolute and unqualified. Next പറയുന്നത് acceptance must be prescribed manner. Acceptance must be communicated. Acceptance must be communicated by the person who has the authority to accept it. Acceptance must be made within the time prescribed or within a reasonable time. ഇവിടെ acceptance must be absolute or unqualified എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ ഇൻ ഓർഡർ ടു കൺവേർട്ട് എ പ്രപ്പോസൽ ഇൻ ടു പ്രോമിസ്, നമ്മളുടെ ഒരു പ്രപ്പോസൽ എന്താണ്? പ്രോമിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. അപ്പൊ എങ്ങനെയായിരിക്കണം? അക്സെപ്റ്റൻസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് ആയിരിക്കണം. ഈ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ ഇസ് എ കൗണ്ടർ ഓഫർ ആയിരിക്കും അയാൾക്ക്. ദാറ്റ് ലെഡ്സ് ടു റിജക്ഷൻ ഓഫ് ദി ഒറിജിനൽ ഓഫർ. അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒറിജിനൽ ഓഫറിനെ റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദർ ഷുഡ് നോട്ട് ബി എനി കണ്ടീഷൻ ആഡഡ് വൈൽ അക്സെപ്റ്റിംഗ് ഓഫർ. അപ്പോ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് വേറെ കണ്ടീഷൻസ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി പ്രിസ്ക്രൈബ്ഡ് മാനർ. ഓഫർ എപ്പോഴും എങ്ങനെയാണ്? ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു പർട്ടിക്കുലർ മോഡ് ഓഫ് അക്സെപ്റ്റൻസ് ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദാറ്റ് മാനർ ഓൺലി. ആ ഒരു മാനറിലാണ്, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? അക്സെപ്റ്റൻസ് മെയ്ഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ.
അപ്പൊ നമ്മൾ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ അക്സെപ്റ്റ് എപ്പോഴും നമ്മൾ ഒരു അക്സെപ്റ്ററിന് ഒരു ഇൻഫോം ചെയ്യണത് ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഇത് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യണം, ഓഫററിന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ പേഴ്സൺ ഹു ഹാസ് അതോറിറ്റി ടു അക്സെപ്റ്റ്. നമ്മൾ ഇപ്പൊ അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ഓഫറി. ഓഫറിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ബൈ ഹിസ് ഓതറൈസ്ഡ് ഏജന്റ് ആയിരിക്കും. അതിനൊരു പ്രത്യേകിച്ച് ലീഗൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. Acceptance must be made within the time prescribed or within a reasonable time. എന്താണ് acceptance must given within the period prescribed offer. എന്താണ് ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡില് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എന്താണ് ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അക്സെപ്റ്റൻസ് ഓഫറർ എന്ത് ചെയ്യണം, ഓഫറർ അറിയിക്കണം. Acceptance must be given before the offer lapses or is withdrawn. ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് അക്സെപ്റ്റൻസ്. ഒരു അക്സെപ്റ്റൻസ് വാലിഡ് ആവാനുള്ള ലീഗൽ റൂൾസ് എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓഫർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Section 4 of the Contract Act says communication of the offer is complete when it comes to the knowledge of the person to whom it is made, when the letter containing offer reaches the offeree. ഇപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടും അതിനെക്കുറിച്ച് നോളജ് ആർക്കുണ്ടായിരിക്കണം, ഓഫർക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല എന്താണ് അതിനകത്ത് ആരാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടി അറിയണം. എന്താണ് അതിനകത്തുള്ള ഓഫർ, ആ കാര്യം ഓഫറി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. Section 4 of the Act state that communication of acceptance is complete against the proposal when it into put into forces transmission to him. Next, contract over telephone, mobile. These are created just like a oral agreement made between parties when they are face to face. ഇതെന്താണ് കോൺട്രാക്ട് ഓവർ ടെലിഫോൺ ഓർ മൊബൈൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു എഗ്രിമെന്റ് ആണ്, ഓറൽ എഗ്രിമെന്റ് ആണ് ഇവിടെ മെയ്ഡ് ചെയ്യുന്നത്. ആരൊക്കെ പാർട്ടീസ് തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഓറൽ എഗ്രിമെന്റ് ആണ് പറയുന്നത്. ഇതൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് കൺക്ലൂഡഡ് വെൻ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ആയിരിക്കും അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഈസ് ക്ലിയർലി ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദ ഓഫർ. എന്തൊക്കെയാണോ അത് കറക്റ്റ് ആയിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ഓഫറർ ചെയ്യണം. ഇതാണ് കോൺട്രാക്ട് ഓവർ ടെലിഫോൺ മൊബൈലിൽ പറയുന്നത്. നെക്സ്റ്റ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫർ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത ഒരു ഓഫർ, റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് Section 5 of the Contract Act says the proposal may revoke at any time before the communication of its acceptance in complete as against the proposer, but not afterwards. The communication of acceptance is complete against the offer when it is put in a course of transmission. Offer can revoke any time before letter of acceptance is posted. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഓഫററും ഉണ്ടാവും ഓഫറി ഉണ്ടാവും. അപ്പൊ ഓഫറർ പറയാണ്, ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ വീട് വിൽക്കാനായിട്ട്
ഒരു ലെറ്റർ അയക്കുകയാണ് ബിക്ക്. അപ്പൊ ബിക്ക് ആ ലെറ്റർ കിട്ടി, ഇങ്ങനെ ഒരു വീട് വിൽക്കാനുണ്ട് എന്നുള്ളൊരു ലെറ്റർ ബിക്ക് കിട്ടുകയാണ്. കിട്ടിയത് ഒരു 10-ാം തീയതി ഒരു 10-ാം തീയതിയാണ് ഇപ്പോൾ നമ്മൾ വീട് വിൽക്കാനുണ്ട് എന്നുള്ള ലെറ്റർ ബിക്ക് അയക്കുന്നത്. ബിക്ക് അത് കിട്ടിയത് 15-ാം തീയതിയാണ്. ഒരു 17-ാം തീയതി എത്തിയേക്കും ബി എന്ത് ചെയ്യാണ്, അതിന് തിരിച്ചു മറുപടി അയക്കുകയാണ്. ഈ തിരിച്ചു മറുപടി അയക്കുന്നതിന് മുൻപ് ഈ എക്ക് ഈ വീട് വിൽക്കുന്നില്ല എന്നുള്ള ആ ഓഫർ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് ഈ റിവോക്കേഷൻ ഓഫ് ഓഫർ അല്ലെങ്കിൽ ഓഫർ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫർ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു നമുക്ക് എന്ത് ചെയ്യണം, ഓഫറിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് അത് ക്യാൻസൽ ചെയ്യുന്നു എന്ന് അറിയിക്കേണ്ടതുണ്ട്. എന്താണ്, ഓഫറി മറുപടി അയക്കുന്നതിന് മുൻപ് തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഓഫററിന് സാധിക്കണം. ഇതാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. ഇനി റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആണ് പറയുന്നത്. സെക്ഷൻ 5 ഫർദർ പ്രൊവൈഡ് അക്സെപ്റ്റൻസ് മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് അഗൈൻസ്റ്റ് അക്സെപ്റ്റർ ബട്ട് നോട്ട് ആഫ്റ്റർവാർഡ്സ്. അപ്പൊ എന്താണ്, ഓഫറി എന്താണ് ആ ലെറ്റർ തിരിച്ചയക്കുന്നതിന് മുൻപ് തന്നെ ക്യാൻസൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് എന്താവുള്ളൂ, റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആവുള്ളൂ. അതാണ് റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, നെക്സ്റ്റ് പറയുന്നത് ലാപ്സ് ഓഫ് ആൻ ഓഫർ ആണ്. ഒരു ഓഫർ ലാപ്സ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓഫർ ലാപ്സ് ഓർ ഈസ് റിവോക്ഡ്. അപ്പോൾ ഈ ചാപ്റ്ററുടെ ക്ലോസ് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എൻറ്റർ ചെയ്യാണ്. ചാപ്റ്റർ 3 കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ് പറയുന്നത്. കപ്പാസിറ്റീസ് ഓഫ് പാർട്ടീസ്. Who is competent to contract? Section 10 of Indian Contract Act requires that parties must be competent to contract. Section 11 provides every person is competent to contract. ഏത് പേഴ്സണിന് വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കോൺട്രാക്ട് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Who is age of majority according to the law which he is subject. നമ്മുടെ ലോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏജ്. നെക്സ്റ്റ്, who is സൗണ്ട് മൈൻഡ് ആയിരിക്കണം അയാള്. അതുപോലെ തന്നെ ഹു ഇസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. വേറെ ഏതെങ്കിലും ലോയിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആവാത്ത ഒരാളായിരിക്കണം. സോ എ മൈനർ ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് പേഴ്സൺ. ഇപ്പൊ മൈനർ അതിനകത്ത് പറ്റില്ല. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസൗണ്ട് ആണ്, മെച്ചുവേർഡ് അല്ല. പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ആർ നോട്ട് കോമ്പിറ്റ് ടു എൻ്റർ ഇൻ വാലിഡ് കോൺട്രാക്ട്. ഒരു മൈനറിന് ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് അവര് എന്താണ്, മെച്ചുവേർഡ് അല്ല. ഇപ്പൊ മൈനർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ വോയിഡ് അബ് ഇനീഷ്യോ ആണ് അവര്. നെക്സ്റ്റ്, position of a minor. Who is a minor? The Indian Majority Act says that a person is deemed to have attained majority when he completes 18 years or where a guardian of a personal property or both has been appointed by a court of law under the he attained majority on completion of 21 years. അപ്പം ഒരു 18 ഇയേഴ്സിന് മുൻപുള്ള ഒക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവര് മൈനർ പേഴ്സൺസ് ആണ്.
അവർക്ക് 21 ഇയേഴ്സ് ആയാൽ മാത്രമാണ് അവര് മേജർ ആവുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് എഗ്രിമെന്റ്സ് ബൈ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണ്. അൺസൗണ്ട് മൈൻഡ് Section 12 of the Indian Contract Act says the person is said to be sound mind of the purpose of making a contract if at the time when he make it, he is capable of understanding it and forming a rational judgment as to its effects upon his interest. So, soundness of the mind of a person depends on the capacity of the person ടു അണ്ടർസ്റ്റാൻഡ് ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. ഒരു അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്താണ്, നമുക്ക് കോൺട്രാക്ടിന്റെ ടേംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ റാഷണൽ ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ്, അവർ അൺസൗണ്ട് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ് ആൻഡ് ഡ്രങ്കൺ പേഴ്സൺ ഹാവ്സ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ പൊസിഷൻ ഓഫ് എഗ്രിമെന്റ് ബൈ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ലുനാറ്റിക്സ് ആണ്. എ ലുനാറ്റിക് കനോട്ട് ബി ഹെൽഡ് ലൈബിൾ ഫോർ കോൺട്രാക്ട് വിച്ച് വെയർ എൻറ്റേർഡ് വെൻ ഹീസ് അൺസൗണ്ട് മൈൻഡ് ബട്ട് ഫോർ കോൺട്രാക്ട് എൻറ്റേർഡ് ഡ്യൂറിംഗ് ദി ഇന്റർവെൽ ഓഫ് സൗണ്ട്നെസ് ഈസ് ലൈബിൾ. അപ്പം ലുനാറ്റിക്സ് പേഴ്സൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇന്റർവെൽ ടൈമിൽ എന്താണ്, അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് അവരുടെ മൈൻഡ് സൗണ്ട് ആയിരിക്കും. അൺസൗണ്ട് ആയിട്ടുള്ള സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ഇഡിയറ്റ്സ്. ഇഡിയറ്റ്സിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ പെർമനന്റ് ആയിട്ട് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇന്റർവെൽ ടൈം ഒന്നുമില്ല. എപ്പോഴും അവര് പെർമനന്റ്ലി എന്താണ്, അൺസൗണ്ട് മൈൻഡ് ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അവർക്കൊരു വാലിഡ് കോൺട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ് ആണ് പറയുന്നത്. അപ്പൊ ഡ്രങ്കൺ അല്ലെങ്കിൽ ഡ്രങ്ക്നെസ് ഈസ് കൺസിഡേർഡ് ഓൺ ദ സെയിം ഫൂട്ടിംഗ് ഓഫ് ലുനാസി. ലുനാസിയിലുള്ള ഒരു സെയിം പേഴ്സൺസ് ഒക്കെ തന്നെയാണ് ഡ്രങ്കൺ ആയിട്ടുള്ള പേഴ്സൺസ്. കോൺട്രാക്ട് ബൈ ഡ്രങ്കൺ പേഴ്സൺ ഇസ് വോയിഡ്. അവരായിട്ടുള്ള ഒരു കോൺട്രാക്ട് വോയിഡ് ആണ്. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി ഷോൺ ദാറ്റ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ടിംഗ് ദ പേഴ്സൺ വാസ് സോ ഇൻടോക്സിക്കേറ്റഡ് ദാറ്റ് ഹി വാസ് നോട്ട് ഇൻ പൊസിഷൻ ടു ഗിവ് വാലിഡ് കൺസെന്റ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പോൾ അവരുടെ കോൺട്രാക്ട് വോയിഡ് ആണ്, പക്ഷേ അയാള് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ആണെങ്കിൽ എന്താണ്, അയാൾക്ക് ആ വാലിഡ് കൺസെന്റ് ആവാൻ, ആ കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് കൺസെന്റ് ആവാനായിട്ട് സാധിക്കില്ല ആ സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ടൈമില് എന്താണ്, he was not positioned to give a valid consent to the contract. നെക്സ്റ്റ് എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് പീപ്പിൾസ് എന്ന് വെച്ചാൽ അവര് എങ്ങനെയുള്ളതാ, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും എക്സെപ്ഷൻസ്. എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് മേ എൻഫോഴ്സ് എ കോൺട്രാക്ട് ഫോർ ഹിസ് ബെനഫിറ്റ് ഓർ ഹിസ് പ്രോപ്പർട്ടി ഷാൾ ബി അറ്റാച്ചബിൾ ഫോർ റിയലൈസിംഗ് മണി ഡ്യൂ അഗെയിൻസ്റ്റ് ഹിം സപ്ലൈ ഓഫ് നെസസറീസ്. ഇത്രയും പേഴ്സൺസ് ആണ് എന്ത് പൊസിഷൻ ഓഫ് എഗ്രിമെന്റ് ബൈ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിന്റെ കാര്യത്തിൽ പറയുന്നത്. ഇൻ നെക്സ്റ്റ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ലോയിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലൈൻ എനിമി, ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസഡേഴ്സ്, കൺവിക്ട്സ്. An alien enemy is a citizen or subject of a foreign country that is currently at war with the nation in which they reside or present. The legal term applies foreigners residing in a country during a period of declared war, significant conflict between their home country and host country.
A an alien enemy എന്ന് പറഞ്ഞു കഴിഞ്ഞാല് alien may be a friend or alien enemy. A contract with an alien friend who country at peace with India is valid, subject of restrictions, but he cannot acquire property in Indian ship or employed as master or any chief officer of such a ship during the period when alien country at war with India. alien can, for example പറയുന്നത് ഇവിടെ ഒരു പേഴ്സൺ ഷിപ്പിൽ വർക്ക് ചെയ്യാണ്, അവിടെ ഷിപ്പിൽ ഒരു ചീഫ് ഓഫീസറോ മാസ്റ്റർ ആയിട്ടോ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഏത് കമ്പനിയുടെ ഏത് രാജ്യത്തിന്റെ ഷിപ്പാണോ ആ രാജ്യത്തിന്റെ ഷിപ്പും അയാളുടെ എന്താണ് അയാളുടെ കൺട്രി വെച്ചാൽ അയാൾ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ ആ ഇന്ത്യയും ആ രാജ്യവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ കോൺട്രാക്ട്, അയാളും ആ കൺട്രി ഏത് ഷിപ്പിന്റെ കൺട്രിയാണോ ഏത് കൺട്രിയുടെ ഷിപ്പാണോ അപ്പൊ അവര് തമ്മിലുള്ള ആ എഗ്രിമെന്റ് എന്താവും, ക്യാൻസൽ ആവും. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഡ്യൂറിംഗ് ദ പീരീഡ് വെൻ ദ alien country at war with India, an alien can neither contract with Indian subject nor sued in the Indian court by except by license from the central government. They enjoy some foreign sovereigns and ambassadors ആണ് നെക്സ്റ്റ് പറയുന്നത്. They enjoy some special privileges like they cannot be sued in our court unless they choose submit themselves for jurisdictions of our courts. They can enter into contract and enforce these in courts, but they cannot be proceeded against in India court without the sanction of the central government. നമുക്കിപ്പോ അവർക്ക് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ ഇപ്പം ഫോറിൻ സോവറൈൻസ് അല്ലെങ്കിൽ അംബാസഡർ അല്ലെങ്കിൽ എലൈൻ എനിമീസ് എന്തെങ്കിലും ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സാങ്ഷൻ ലഭിക്കേണ്ടതാണ്. അപ്പോ ഈ എലൈൻ എനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു രാജ്യവുമായുള്ള യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എലൈൻ എനിമി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ യുദ്ധം നടക്കുന്ന രാജ്യത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വേറൊരു രാജ്യത്തെ ആയിരിക്കാം, പക്ഷെ നമ്മൾ യുദ്ധം നടക്കുന്ന രാജ്യത്ത് താമസിക്കുന്ന വ്യക്തിനെയാണ് എലൈൻ എനിമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കൺവിക്ട്സ് ആണ്. കൺവിക്ട്സ് ഇസ് incompetent to contract during continuance of the imprisonment and after expiry of the sentence. അപ്പൊ നമ്മൾ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, പ്രിസണിലാവുകയാണെങ്കിൽ എന്താണ് അയാളുടെ എക്സ്പയറി കഴിഞ്ഞതിന് ശേഷമാണ്
ദിസ് ഇനബിലിറ്റി ആൻഡ് എൻസ് എന്താണ് അയാള് അതിൽ നിന്ന് എക്സ്പയറി ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അയാള് എന്താണ് ആ വ്യക്തി പരോളിലോ അല്ലെങ്കിൽ അയാളുടെ ഇംപ്രിസൺമെന്റ് അതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അയാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസോ എലൈൻ എനിമി, ഫോറിൻ സോവറൻസ് ആൻഡ് അംബാസഡർ ആൻഡ് കൺവിക്ട്സ്. ഈ 3 പേഴ്സൺസ് ആണ് എന്താണ് ലോന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ളത്. ഈ എലൈൻ എനിമിക്കും അതുപോലെ ഫോറിൻ സോവറൈൻസിനും അംബാസഡേഴ്സിനും അതുപോലെ തന്നെ കൺവിക്ട്സിനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ലോയില് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റോ ലോയിലോ എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് ഇൻസോൾവൻസിന്റെ കേസാണ്. ഇൻസോൾവൻസിന് എങ്ങനെയാണ്? ഇൻസോൾവൻസിന് കനോട്ട് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് അബൌട്ട് ഹിസ് പ്രോപ്പർട്ടി ഓർ ഒരു ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം, അയാളുടെ പ്രോപ്പർട്ടിയുടെ പേരിലോ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അയാൾക്കൊരു എന്തെങ്കിലും ഒരു സ്യൂ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് സച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ഗെറ്റ് റിമൂവ് ആഫ്റ്റർ ഹീസ് ഡിസ്ചാർജ്ഡ്. അയാളെ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അയാളെ എന്താണ് ഒരു ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഈ ടോപ്പിക്സ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. നെക്സ്റ്റ് ഇനി ഇവിടെ ഫോറിൻ സോവറൈൻസ് ആൻഡ് അംബാസഡറുടെ കേസിൽ പറയുകയാണെങ്കിൽ ഫോറിൻ സോവറൈൻസ് ആൻഡ് അംബാസഡർ എൻജോയ് അവർ കുറച്ച് സ്പെഷ്യൽ പ്രിവിലേജസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ദേ കനോട്ട് ബി സ്യൂട്ട് അവർ കോർട്സ് അൺലെസ് ദേ ചൂസ് സബ്മിറ്റ് ദംസെൽഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് അവർ കോർട്സ്. ദേ ക്യാൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട് എൻഫോഴ്സ് ദീസ്. എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷൻ ഉണ്ടെങ്കിൽ, വിത്തൗട്ട് ദ സാങ്ഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? without എന്താണ് they can enter into contract and enforce these in courts, but they cannot proceed against in Indian court without the sanction of the central government. When a foreign sovereign etc. enter into contract through agent, ഒരു ഏജന്റ് റിസൈഡിങ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു റിസൈഡിങ് ഇന്ത്യയിൽ തന്നെ ഒരു ഏജന്റിലൂടെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ദ ഏജന്റ് ഷാൽ ബി ഹെൽഡ് ലൈബിൾ ഓൺ ദ കോൺട്രാക്ട്. ആ ഏജന്റ് എങ്ങനെയായിരിക്കണം? കോൺട്രാക്ട് ചെയ്യാനായിട്ട് ലൈബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കേസസിൽ ഫോറിൻ സോവറൻസിന് അംബാസഡറിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ പ്രീ കൺസെന്റ്. All agreements are contract if they are made by free consent of the parties. അപ്പൊ ഫോർത്ത് ചാപ്റ്റർ ആണ് ഫ്രീ കൺസെന്റ്. ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ എല്ലാ അഗ്രിമെന്റ്സും കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കണം മെയ്ഡ് ചെയ്യേണ്ടത്? ഫ്രീ കൺസെന്റ് ആയിട്ട് സ്വമേധയാണ് അത് മെയ്ഡ് ചെയ്യേണ്ടത്. Consent is said to be free when it is not caused by coercion, undue influence, fraud, misrepresentation or mistake. നമുക്ക് ഒരിക്കലും എന്താണ് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ ഫ്രോഡോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസസോ അല്ലെങ്കിൽ കോയേഷനോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ ഇതൊന്നും പാടില്ല. ഫ്രീ ആയിട്ട് ആ കൺസെന്റ് സ്വമേധയാ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ് ചെയ്യേണ്ടത്. or if the consent of any party is not free, or ഏത് കൺസെന്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അത് the contract is usually treated as voidable ആണ്, as the option of the party who consent was not free. എന്തെങ്കിലും ഒരു കേസസിൽ കൺസെന്റ് എന്ത് ചെയ്യാണ്?
കൺസെന്റ് ഫ്രീ ആയിട്ടല്ല എൻട്രി ചെയ്തതെങ്കിൽ അതെങ്ങനെയാണ് വോയിഡബിൾ ആകും. ബട്ട് ഇഫ് ദർ ഇസ് മിസ്റ്റേക്ക് ഓൺ ദ പാർട്ട് ഓഫ് ദ ബോത്ത് പാർട്ടീസ്, രണ്ട് പാർട്ടീസിനും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദ കോൺട്രാക്ട് ഈസ് കൺസിഡേർഡ് വോയിഡ്. ആ കോൺട്രാക്ട് വോയിഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതിൽ കൊയേഷൻ ഈസ് പെർസ്വാഡിങ് സംവൺ ടു ഡു സംതിങ് ബൈ യൂസിങ് ഫോഴ്സ് ഓർ ത്രെറ്റ്. ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കുകയോ അതുപോലെ തന്നെ അവരെ കുറച്ചുകൂടി ഫോഴ്സ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്താവും, കൊയേഷൻ ആയിരിക്കും. Unfair use of superior power to obtain consent of a person whose position is weak is known as undue influence. Undue influence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, സുപ്പീരിയർ പവർ, അവരുടെ ഒരു വ്യക്തിയുടെ സുപ്പീരിയർ പവർ ഉപയോഗിച്ചുകൊണ്ട് മറ്റു വ്യക്തിയെ, ചിലപ്പോൾ വീക്കായിട്ടുള്ള പൊസിഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കും ആള്, ആ വ്യക്തിയെ എന്ത് ചെയ്യാണ്, കൺസെന്റ് ചെയ്യിക്കുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അൺഫെയർ ആണത്. എന്ന് വെച്ചാൽ ഒരു സുപ്പീരിയർ പവർ ഉള്ള ഒരു വ്യക്തി എന്താണ്, കുറച്ചും കൂടി വീക്ക് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരു കോൺട്രാക്റ്റിൽ ഒരു കൺസെന്റ് എൻറ്റർ ചെയ്യാനായിട്ട്. അപ്പൊ അതിനെ പറയുന്നതാണ് എന്ത്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്രോഡ് മീൻസ് ആക്ട് കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു എ കോൺട്രാക്ട് ഓർ വിത്ത് ഹിസ് connivance or by his agent to deceive another party or to induce him to enter into contract. ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രോഡ് മീൻസ് ആക്ട് കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു എ, ഒരു പാർട്ടീനെ എന്ത് ചെയ്യാണ്, എന്താണ്, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് അവരെ കമ്മിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഏജന്റിന്, അല്ലെങ്കിൽ ഒരു ഏജന്റ് മറ്റു ഒരു പാർട്ടിനെ, അനദർ പാർട്ടീനെ എന്താണ് ഇതിനകത്ത് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, പ്രേരിപ്പിക്കുകയാണ്. ടു ഇൻഡ്യൂസ് ഹിം ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. അങ്ങനെ ഒരു തെറ്റായ രീതിയിലൂടെ എൻട്രി ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മിസ് റെപ്രസെന്റേഷൻ ഈസ് ദർ വെൻ എ റെപ്രസെന്റേഷൻ ഈസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി. യാതൊരുവിധ ഇന്റൻഷനും ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്, ഹോണസ്റ്റ്ലി ബിലീവിങ് ഇസ് ട്രൂ, അത് ട്രൂ ആണ് എന്ന്, സത്യസന്ധമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എൻട്രി ചെയ്യിപ്പിക്കുന്നതിനെയാണ് മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. Mistake is erroneous belief about a thing. An agreement made under a mistake has no consent. കൺസെന്റ് അറിയാതെ തന്നെ ഒരു എഗ്രിമെന്റിൽ കുറെ മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അയാളെ അതിനകത്ത് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നതിനെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് വാലിഡ്, അത് വാലിഡ് അല്ല. മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ശരി, കുറെ ഒരു എഗ്രിമെന്റിൽ പല മിസ്റ്റേക്കുകളും വരുത്തി എന്താണ് ആ വ്യക്തിയെ, ഒരു പേഴ്സണെ എന്താണ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് എന്താണ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കുന്നതിനെയാണ് എന്ത്, മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. ഇനി ഇതിനകത്ത് പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ഫ്രീ കൺസെന്റ് എന്താണ്, ടു ഓർ മോർ പേഴ്സൺ. വാട്ട് ഈസ് കൺസെന്റ് എന്ന് വെച്ചാൽ ടു ഓർ മോർ പേഴ്സൺ ആർ സെന്റ് ടു കൺസെന്റ് വെൻ ദേ ആർ എഗ്രി അപ്പോൺ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഒന്നോ അതിലധികം പേഴ്സൺസ് എന്ത് ചെയ്യാണ്, സെയിം സെയിം സെൻസിലൂടെ എഗ്രി ചെയ്യുന്നതിനെയാണ് കൺസെന്റ് എന്ന് പറയുന്നത്. ഓൾ ദ പാർട്ടീസ് ടു എഗ്രിമെന്റ് മസ്റ്റ് ബി ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ, ആ കോൺട്രാക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയായിരിക്കും. ദർ ക്യാൻ നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദം, വേറെ കോൺട്രാക്റ്റുകളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കൺസെന്റ്. ടു ഓർ മോർ പേഴ്സൺ ആയിരിക്കും സെറ്റ് ടു കൺസെന്റ് വെൻ ദേ ആർ എഗ്രി സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അപ്പോ സെക്ഷൻ 14 ഓഫ് ദ ആക്ട് സേസ് ദാറ്റ് കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ. കൺസെന്റ് എന്ന് പറയുന്നത് ഫ്രീ എങ്ങനെയായിരിക്കും, വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ, കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്, ഇതൊന്നുമില്ലാതെ കൺസെന്റ് ഈസ് സെഡ് ടു ബി, ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ ആണ്. ഇതൊന്നുമില്ല, ഇന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്, ഇതൊന്നും ഇൻക്ലൂഡ് ആവാണ്ട്
എന്ത് ചെയ്യാണ് ഫ്രീ കൺസെന്റ് ഓഫ് ദി പാർട്ടി. എന്താണ് അതിനെയാണ് നമ്മൾ കൺസെന്റ് എന്ന് പറയുന്നത്. വെൻ കൺസെന്റ് ഈസ് നോട്ട് ഫ്രീ, ഇനി കൺസെന്റ് ഫ്രീ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്റെപ്രസെന്റേഷനോ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ. Adoption of the party who consent is not free. When there is no consent, agreement is void ab initio. അപ്പം എന്താണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അതെന്താണ് കൺസെന്റ് ഈസ് നോട്ട് ഫ്രീ, അത് കൺസെന്റ് ഫ്രീ അല്ല. അതുകൊണ്ട് തന്നെ when there is no consent, അവിടെ ഒരു കൺസെന്റ് when there is no consent and agreement is void ab initio എന്നാവും. ആ എഗ്രിമെന്റ് എന്താണ് void ab initio ആണ്. പിന്നെ ഇവിടെ കൊയേഷൻ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞതാണ്. കൊയേഷൻ ഇസ് പെർസ്യൂഡിങ് സംവൺ ടു ഡു സംതിങ് ബൈ യൂസിങ് ഫോഴ്സ് ഓർ ത്രെറ്റ്. അതാണ് കൊയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ പറയുന്നത് എന്താണ്, ഇനി എഫക്ട് ഓഫ് കൊയേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെന്റ് വാസ് നോട്ട് ഫ്രീ. അവിടെ കൺസെന്റ് ഫ്രീ അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ ആണ്. ഇഫ് ഈ ഡിസൈഡ് ടു വോയിഡ് ദ കോൺട്രാക്ട്, ഇനി അത് ഡിസൈഡ് ആക്കണമെങ്കിൽ എന്താണ് കോൺട്രാക്ട് വോയിഡ് എന്താണ് ഇഫ് ദ ഡിസൈഡ് ഓഫ് അവോയ്ഡ് ദ കോൺട്രാക്ട് ഹി കനോട്ട് ബി കമ്പൽഡ് ടു പെർഫോം his promise, but he must restore the benefit received under the contract. നെക്സ്റ്റ് പറയുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് അൺഫെയർ യൂസ് ഓഫ് സുപ്പീരിയർ പവർ ടു ഒബ്റ്റെയിൻ കൺസെന്റ് ഓഫ് എ പേഴ്സൺ ഹൂസ് പൊസിഷൻ ഈസ് വീക്ക്. എന്ന് വെച്ചാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള ഒരു സുപ്പീരിയർ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേഴ്സണെ എന്ത് ചെയ്യണം, ഒരു ഹൂസ് പൊസിഷൻ, അയാളുടെ പൊസിഷൻ എങ്ങനെയായിരിക്കും, വീക്ക് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കും. ഇറ്റ് ഹാപ്പൻ വെൻ വൺ പാർട്ടി ഇൻ ദ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് അതർ. എന്ന് വെച്ചാൽ ഒരു പാർട്ടീനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പൊസിഷനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ ഉപയോഗിക്കുകയാണ്. വിൽ ദ അതർ ആൻഡ് യൂസസ് ദ പൊസിഷൻ ടു ഒബ്റ്റെയിൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദ അതർ. അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്, വീക്ക് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ആ വീക്ക്നെസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരു അഡ്വാൻറ്റേജസ് സുപ്പീരിയർ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എടുക്കുന്നതിനെയാണ് അൺഫെയർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് വെൻ ലേഡി ഗിഫ്റ്റഡ് ഹെസ് പ്രോപ്പർട്ടി ടു ഹെർ സ്പിരിച്വൽ ഗുരു ടു സെക്യൂർ ബെനിഫിറ്റ് ഫോർ ഹെർ സോൾ ഇൻ നെക്സ്റ്റ് വേൾഡ്. അപ്പൊ ഒരു ലേഡി എന്ത് ചെയ്യാണ്, ഒരു പ്രോപ്പർട്ടി ഗിഫ്റ്റ് ചെയ്യാണ് അവരുടെ സ്പിരിച്വൽ ഗുരുവിന്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് അവർക്ക് അവരുടെ നെക്സ്റ്റ് വേൾഡില് അവരുടെ ആത്മാവിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ബട്ട് ലേറ്റർ ഷീ ഡിസ്പ്യൂട്ടഡ് വാലിഡിറ്റി ഓഫ് ദ ഗിഫ്റ്റ് ഡീഡ്. ഇറ്റ് വാസ് ഹെൽഡ് ഹെർ കൺസെന്റ് വാസ് ഒബ്റ്റെയിൻഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഫ്രോഡും ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഫ്രോഡ്, അതുപോലെ മിസ്റെപ്രസെന്റേഷൻ, ഇനി ഇവിടെ മിസ്റെപ്രസെന്റേഷനിൽ പറയുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് അസേർഷൻ ഉണ്ട്, മിസ്റ്റേക്കും നമ്മൾ പറഞ്ഞതാണ്. മിസ്റ്റേക്കിൽ തന്നെ ടു ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക് ഉണ്ട്. ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും ഉണ്ട്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് bilateral mistake is there when both parties to agreement are under mistake of the important fact and there is no agreement to all. എന്ന് വെച്ചാല് രണ്ട് പാർട്ടികളും എഗ്രിമെന്റിൽ ഏർപ്പെട്ടു, രണ്ടുപേർക്കും എന്താ ചെയ്യാണ് അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടില് ഒരു മിസ്റ്റേക്ക് വരികയാണ്. ദർ ഇസ് നോ അഗ്രിമെന്റ് അറ്റ് ഓൾ.
അപ്പൊ അത് എന്താണ് ഒരു എഗ്രിമെന്റ്, ദർ ഇസ് നോ എഗ്രിമെന്റ് അറ്റ് ഓൾ. മ്യൂച്വൽ ആൻഡ് എഗ്രിമെന്റ് ഇസ് വേർഡ് എന്ന് വെച്ചാൽ ഈ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മ്യൂച്വൽ ആയിട്ടുള്ളതാണ്. ബോത്ത് ദ പാർട്ടീസ് മസ്റ്റ് അണ്ടർ എ മിസ്റ്റേക്ക്, ദ മിസ്റ്റേക്ക് ഇസ് മ്യൂച്വൽ ആണ്. രണ്ടുപേർക്കും മിസ്റ്റേക്ക് വന്നപ്പോൾ അത് മ്യൂച്വൽ ആണ്. എഗ്രിമെന്റ് ഇസ് വോയിഡ്. ദ മിസ്റ്റേക്ക് മസ്റ്റ് ബി ഫാക്ട് ആൻഡ് നോട്ട് ഓഫ് ലോ. അപ്പൊ മിസ്റ്റേക്ക് ആണ് അവിടുത്തെ ഒരു ഫാക്ട്, അതുകൊണ്ട് തന്നെ അത് നോട്ട് ഓഫ് ലോ, അത് ലോ അല്ല. മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു എസെൻഷ്യൽ ഫാക്ട്. എ ബൈലാറ്ററൽ മിസ്റ്റേക്ക് മേ ബി മിസ്റ്റേക്ക് as the സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്ടിന്റെ ഒരു സബ്ജക്ട് മാറ്റർ ആണ് മിസ്റ്റേക്ക്. ഈ ബൈലാറ്ററൽ മിസ്റ്റേക്കില് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺട്രാക്ടിന്റെ സബ്ജക്ട് മാറ്റർ ആണ്. വെൻ ബോത്ത് ദ പാർട്ടീസ് ഓഫ് ദ എഗ്രിമെന്റ് ആർ അണ്ടർ ദ മിസ്റ്റേക്ക്. ഈ രണ്ട് പാർട്ടീസും കൂടി എഗ്രിമെന്റ് ചെയ്തപ്പോൾ രണ്ടുപേർക്കും ആ മിസ്റ്റേക്കിന്റെ കീഴിലായി പോയി. അതുകൊണ്ട് തന്നെ ദ എഗ്രിമെന്റ് ഇസ് വോയിഡ് ആണ്. സച്ച് മിസ്റ്റേക്ക് മേ ബി എങ്ങനെയായിരിക്കും, മിസ്റ്റേക്ക് as to existence of the subject matter, അല്ലെങ്കിൽ മിസ്റ്റേക്ക് as the identity of the subject matter. There is no consensus at idiom. മിസ്റ്റേക്ക് is the title of the subject മാറ്ററിന്റെ ടൈറ്റിൽ ആവാം മിസ്റ്റേക്ക്. അതുപോലെ തന്നെ മിസ്റ്റേക്ക് as the quantity of the subject matter, ക്വാളിറ്റിനെ ഒക്കെ അതിനെ സബ്ജക്ട് മാറ്ററിനെ എഫക്ട് ചെയ്യും. മിസ്റ്റേക്ക് ഓഫ് ദ പ്രൈസ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ, അങ്ങനെയുള്ള കുറെ കേസസ് മിസ്റ്റേക്കിന്റെ കേസസിൽ വരുന്നുണ്ട്. അതുപോലെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അതിന്റെ പെർഫോമൻസിന്റെ പോസിബിലിറ്റിനെ ഒക്കെ ഇതാക്കും. വെൻ പാർട്ടീസ് ബിലീവ് ദ കോൺട്രാക്ട് ഈസ് കേപ്പബിൾ ഓഫ് പെർഫോമൻസ് ബട്ട് ഇൻ ഫാക്ട് ഇറ്റ് ഇസ് നോട്ട് സോ, ദ എഗ്രിമെന്റ് ഇസ് ട്രീറ്റഡ് വോയിഡ് ബിക്കോസ് ഓഫ് ഇമ്പോസിബിലിറ്റി. ഇനി യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ only one party to the agreement under mistake and contract is not voidable merely because it was caused by one of the party to be being under a mistake. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്, കോൺട്രാക്ട് ഈസ് ദ നോട്ട് വോയിഡബിൾ, ഒരിക്കലും അത് വോയിഡബിൾ അല്ല. പിന്നെ അത് മാത്രമല്ല, എന്തുകൊണ്ടാണ്, ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദ പാർട്ടി. ഒരു പാർട്ടിക്ക് മാത്രമാണ് അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, ഒരു പാർട്ടി മാത്രമാണ് മിസ്റ്റേക്കിന്റെ കീഴിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മിസ്റ്റേക്ക് എന്താണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡബിൾ. In the following cases, unilateral mistake agreement is void ആവണ കേസസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. മിസ്റ്റേക്ക് ഇസ് ഐഡന്റിറ്റി ഓഫ് പേഴ്സൺ കോൺട്രാക്റ്റഡ്. മിസ്റ്റേക്ക് as the nature of the contract. നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 5 ആണ്. കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ് പറയുന്നത്. കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്, ചാപ്റ്റർ 5. എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? Consideration means the benefit that each party receive or accept to receive while they enter into agreement. ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ് എന്താണ് രണ്ട് പാർട്ടികളും എന്തെങ്കിലും ഒരു ബെനഫിറ്റ് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. the benefit that each party receive, രണ്ട് പാർട്ടീസും ബെനഫിറ്റ് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവായിരിക്കാം. while they enter into agreement, ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇൻ ബിസിനസ് ലോ ദിസ് ടേംസ് മീൻസ്, നമ്മുടെ ബിസിനസ് ലോസില് ഈ ടേമിനെ പറയുന്നത് ക്വിഡ് പ്രോ ക്യോ ഓർ സംതിങ് ഇൻ റിട്ടേൺ. എന്തെങ്കിലും റിട്ടേൺ, സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും റിട്ടേൺ ആവുക, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ലോയില് ക്വിഡ് പ്രോ ക്യോ എന്നാണ് കൺസിഡറേഷന് പറയുന്നത്, അല്ലെങ്കിൽ സംതിങ് ഇൻ റിട്ടേൺ, which may be some benefit or right that accrue to one party, or it may be some forbearance, loss of responsibility of others. This is known as consideration.
സോ നമ്മുടെ ടൈം ഇവിടെ ഓവർ ആവാണ്. നെക്സ്റ്റ് ഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.